ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, ഇന്ന് നമ്മൾ GTA 5 കൊണ്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. എല്ലാവരും നമ്മളോട് പറഞ്ഞു ഗൈസ് GTA 5 കൊണ്ടുവരാം ബ്രോ, GTA 5 കൊണ്ടുവരാം അങ്ങനെ 2-3 പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗൈസ്, എന്തായാലും നമ്മൾ GTA 5 കൊണ്ടുവന്നിട്ടുണ്ട്. ഗൈസ്, നമ്മൾ ഇന്ന് നമ്മളൊരു മിഷനാണ് കളിക്കാൻ പോകുന്നത്. ഗൈസ്, എന്തായാലും അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഗൈസ്, ഈ ഒരു വണ്ടി എടുക്കണോ? ഗൈസ്, ഈ ഒരു വണ്ടി എടുക്കണ്ട. ഗൈസ്, നമ്മൾ ഒരു വണ്ടി കൊണ്ടാണ് ഗൈസ് വന്നത്. നമ്മൾ കളിച്ചുകൊണ്ട് കുറച്ച് പേരെ കളിച്ചു, കാരണം നമ്മൾ ആ ഒരു PC ആയിട്ടൊന്നും ഒപ്റ്റിമൈസ് ആവാൻ വേണ്ടി നമ്മൾ കുറച്ചൊന്ന് കളിച്ചു ഗൈസ്. അല്ലെങ്കിൽ ഇച്ചിരി ലാഗൊക്കെ നമ്മൾ പിന്നെ ഗ്രാഫിക്സിൻ്റെ സെറ്റിങ്സൊക്കെ ഇച്ചിരി സെറ്റ് ചെയ്തു ഗൈസ്. നമുക്ക് ടർട്ടിലെന്നൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ഗൈസ് നമ്മൾ ചീറ്റ് കോഡൊക്കെ അടിച്ചു, വണ്ടി ഫുൾ റിപ്പയർ ആയിട്ടുണ്ട്. നമുക്കിനി ഇവിടെ നിന്ന് ഗൈസ് നേരെ നമ്മുടെ മിഷനിലേക്ക് പോകാം. ഗൈസ്, നമ്മളൊരു ഈ ഒരു വണ്ടി എന്ന് വെച്ചാൽ ഗൈസ് ഒരു മസ്റ്റാങ്ക് ലുക്കാണ്. ആംബുലൻസ് ഒക്കെ തുറന്ന് കിടക്കുന്നത് ഗൈസ്. എന്താ പരിപാടി എന്നൊന്നും അറിഞ്ഞൂടാ ഗൈസ്. എന്തായാലും ഒരു മസ്റ്റാങ്ക് ലുക്കാണ് ഗൈസ് ഈ ഒരു വണ്ടിക്ക്. പക്ഷേ എനിക്ക് തോന്നുന്നു ഗൈസ് ഈ ഒരു ഗെയിമിനകത്ത് അങ്ങനെ ലൈസൻസ്ഡ് കാർ അല്ലാത്തതുകൊണ്ട് എന്താ പറയുക ഗൈസ്, അപ്പം അങ്ങനത്തെ വണ്ടികളില്ല. അങ്ങനത്തെ ഒരു മോഡൽ വണ്ടി കൊണ്ടിടത്തുള്ളൂ, വേറെ പേരുമായിരിക്കും. ലൈസൻസ്ഡ് കാറില്ലാത്തതുകൊണ്ട് വേറെ വേറെ പേരൊക്കെ ആയിരിക്കും ഗൈസ്. ഈ ഓഡിയുടെ ഒക്കെ മറ്റേ എന്താ R8 ഓടി അങ്ങനെ R8 R10 അങ്ങനെ എന്തോ പറഞ്ഞൊരു വണ്ടിയുണ്ട്. സെയിം അതേ മോഡലൊരു കാർ ഇതിലൊക്കെ ഉണ്ട്, പക്ഷേ പേരൊക്കെ വേറെ എന്തോ ആണ് ഗൈസ്. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ മിഷൻ നടക്കുന്ന അങ്ങോട്ട് പോവാം ഗൈസ്. നമ്മുടെ മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെന്നിട്ട് നോക്കാം, എന്നാലും അറിയത്തുള്ളൂ ഗൈസ്. അതിന് മുന്നേ മിഷനൊന്നും കാണിക്കില്ല ഗൈസ്. നമ്മുടെ വണ്ടി നശിച്ചെന്നാണ് തോന്നുന്നത്. ഓ ഗൈസ്, നമ്മുടെ ബോണറ്റൊക്കെ ഇളകിപ്പോയി ഗൈസ്. വണ്ടി ഫുള്ള് ഇടിച്ച് പൊളിഞ്ഞു പോയല്ലോ ഗൈസ്. എന്തായാലും നമുക്ക് ഇവിടാണ് നമുക്ക് പരിപാടി എന്ന് പറയുന്നത് ഗൈസ്. എന്തായാലും നമുക്ക് ഒന്നുകൂടെ വണ്ടി ഒന്ന് റിപ്പയർ ചെയ്തേക്കാം ഗൈസ്. നമ്മൾ വണ്ടി ഒന്ന് റിപ്പയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ വണ്ടി നിന്ന് ഇറങ്ങി, കാരണം റിപ്പയർ ചെയ്തിടുക. വണ്ടി എപ്പോഴും നമ്മൾ മാക്സിമം വൃത്തിക്കിടാൻ നോക്കുക, പയ്യെ ഓടിക്കുക. അതാണ് ഗൈസ് നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇത് ഗൈസ്, നമുക്ക് ഇവിടെ മാപ്പിലൊരു സിഗ്നൽ കാണിക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഒരു നീല ഡോട്ട് പോലെയാണ് ഗൈസ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഇവനെ ആയിരിക്കും കാണിക്കുന്നത്. അതുപോലെ പല്ലടിച്ചങ്ങ് പറിക്കുന്നത് ഇവനെയൊക്കെ എന്തിനാ ഈ മാപ്പിലുണ്ടാക്കി വെച്ചേക്കുന്നത് ഗൈസ്. എനിക്ക് അറിഞ്ഞൂടാ. ഇവനൊക്കെ ഒന്ന് ക്യാരക്ടർ ചേഞ്ച് ചെയ്യണമെന്ന് തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്, അതാണെന്ന് തോന്നുന്നു. പക്ഷേ ഗൈസ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നല്ല ഇംഗ്ലീഷിലാണെങ്കിലും ഗൈസ് നല്ല തെറിയുണ്ട്. നമുക്കതൊരു സീനല്ല. കൊച്ചുപിള്ളേർക്കൊക്കെ കാണുവാണെങ്കിൽ അവർക്കേ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്. നല്ല ഗൈസ് നല്ല സീനാണ്. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ഇങ്ങനത്തെ GTA 5 ഇങ്ങനെ തെറി വിളിക്കുന്നതുകൊണ്ട് യൂട്യൂബിൽ അങ്ങനെ ഇടുന്നതുകൊണ്ട് വലിയ സീനില്ലായിരിക്കും ഗൈസ്. നമ്മളിപ്പോൾ ഒരു ചീറ്റ് കോഡ് അടിച്ചിട്ടുണ്ട്, ക്യാച്ച് മീ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വണ്ടി ഇത്ര സ്പീഡ് വരുന്നത് ഗൈസ്. ഓക്കെ, നമ്മുടെ മിഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഗൈസ് നമ്മുടെ മിഷൻ സ്റ്റാർട്ടിങ് ഗൈസ്. നമ്മുടെ ഫോട്ടോ എടുത്ത് അങ്ങനെ എന്തോ സംഭവമാണ്. നമ്മൾ ഫ്ലാഷ് കണ്ണിലടിച്ച് കണ്ണൊക്കെ പൊട്ടി ഗൈസ്. ഒരു വല്ലാത്ത ഇതാണ് ഗൈസ്. എനിക്ക് ഇവനെ കാണുമ്പോൾ ഈ ഫ്രാങ്ക് എന്തോ ആണ് ഇവൻ്റെ പേര് ഗൈസ്. എനിക്ക് ഇവനെ കാണുമ്പോൾ കറക്റ്റ് ഈ ഗൊറില്ലയുടെ ലുക്ക് തോന്നും ഗൈസ്. എന്തോ തേങ്ങയാണെന്ന് അറിഞ്ഞൂടാ. നമുക്ക് എന്തായാലും എന്തോ സംഭവമുണ്ട് ഗൈസ്. ക്യാമറയൊക്കെ ഉണ്ട്, സെറ്റാണ് ഗൈസ്. ഈ ഗെയിം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നിറങ്ങിയതാ, എത്ര വർഷമായി ഗൈസ്. എന്നിട്ടും ഈ ഒരു ഗെയിമിൻ്റെ റിയാലിറ്റി എന്ന് പറഞ്ഞൊരു കിഡിലും തന്നെയാണ്. പിന്നെ ഗൈസ് നമുക്ക് എന്താ പറയുക, ഈ ഒരു ഗെയിം നമ്മൾ ഗ്രാഫിക്സ് ഒക്കെ കുറച്ചിട്ടേക്കാണ്. കാരണം എന്നാലും നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് വീഡിയോസ് നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഗൈസ് ഭയങ്കര ലാഗും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഗൈസ്. ഇതിൽ മോട്ടോർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ വേറൊരു വണ്ടിയുണ്ട്, അത് അടിപൊളിയാണ്. പക്ഷേ ഗൈസ് ചീറ്റ് കോഡില്ല ഇതിനൊക്കെ ചീറ്റ് കോഡുള്ളൂ. പിന്നെ ഇത് നമ്മൾ ചീറ്റ് കോഡല്ല, ഇത് മെഷീൻ കളിക്കുമ്പോൾ തന്നെ കിട്ടുന്ന വണ്ടിയാണ് ഗൈസ്. നമുക്കിപ്പോൾ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്താണുള്ളതെന്ന് തോന്നുന്നു ഗൈസ്. നിങ്ങൾ മാപ്പിൽ നോക്കിയാൽ കാണാം, ചെറിയൊരു ഡോട്ട് ഉണ്ട് ബ്ലൂ ഗൈസ്. അവിടെ ഓവർടേക്ക് ചെയ്യണം, അവനെ ഓവർടേക്ക് ചെയ്ത് പിടിക്കണം ഗൈസ്. ഓ അതെ ഇതിന് ഫോട്ടോ എടുക്കാനാണ് ഗൈസ്, ഇതിന് ഫോട്ടോ എടുക്കാനാണ്. അതെങ്ങനെ, ഞാൻ ആ വണ്ടിയുടെ വായിലാണ് വണ്ടി വെച്ചേക്കുന്നത്, ബൈക്ക് ഗൈസ്. കുഴപ്പമില്ല, ഫോട്ടോ എടുത്തെന്ന് തോന്നുന്നു. ആ ഫോട്ടോ എടുക്കാൻ പറ്റും ഗൈസ്, ഫോട്ടോ എടുക്കാൻ പറ്റും. അതെ, ഇവിടെ നിന്നൊക്കെ നല്ല നല്ല ഫോട്ടോസൊക്കെ കിട്ടും ഗൈസ്. നമ്മളെന്തായാലും ഫോട്ടോസ് കുറച്ച് എടുത്തിട്ടുണ്ട്. നമ്മളെന്തായാലും ഇവൻ്റെ കൂടെ തന്നെ പോവാം. മിഷൻ എന്താണെന്നൊന്നും അറിഞ്ഞില്ല, ചിലപ്പോൾ ഇവൻ്റെ കൂടെ തന്നെ പോകുന്നതായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും ഗൈസ്. വണ്ടിടിച്ചില്ല, അയ്യോ ഗൈസ്, ജസ്റ്റ് മിസ്
ഈ വണ്ടി എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ തിരിഞ്ഞെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വണ്ടി എടുത്ത് തിരിച്ചുകൊണ്ട് വരണം. ഗൈസ് ഇതാദ്യം ഗൈസ് പുതിയ കുറേ ഫോട്ടോഗ്രാഫർ വന്നിരിക്കുന്നു. ഗൈസ് ഇത് അവന്മാർ പോകുന്നുണ്ട്. ഗൈസ് എന്ത് വണ്ടി അവന്മാർ ഇരിക്കുന്നു. നമ്മൾ ആ സമയത്തൊക്കെ പോകുന്നവരില്ല. ഗൈസ് അവന്മാർ ഫോട്ടോ എടുക്കണം. എനിക്ക് അറിഞ്ഞൂടാ അവന്മാർ ഫോട്ടോ എടുക്കാമെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും ഇവനെ ഫോളോ ചെയ്തിട്ട് നമുക്ക് നേരെ ഫോട്ടോസ് എല്ലാം എടുക്കാം. ഗൈസ് ഓ ഗൈസ് മിഷൻ ഫീൽഡായോ ഗൈസ്? ഓക്കെ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നമുക്ക് അവനെയാണ് ഫോളോ ചെയ്യേണ്ടത്. അവരെയാണ് ഗൈസ് ഫോളോ ചെയ്യേണ്ടത്. നമുക്ക് എന്തായാലും റീട്രൈ കൊടുക്കാം. ഗൈസ് ഇവിടെ നിന്നാണ് ഗൈസ് അവന്മാർ പോകുന്നു. നമുക്ക് ആ വണ്ടി ഫോളോ ചെയ്യേണ്ടത് ഇവന്മാർ ഫോളോ ചെയ്താൽ മതി. ഗൈസ് അവന്മാർ അങ്ങോട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്ന അവന്മാരെ പുറകെ പോകാനാണ് ഗൈസ് പറയുന്നത്. അവനെ കൊല്ലുക, പുറകെ പോവുക, കൊല്ലുക. ഗൈസ് അവന്മാരെ കൊന്നു കളയാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെന്തായാലും അവന്മാരെ കൊന്നു കളഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇനി നേരെ ഇവനെ ഒരു സ്ഥലത്ത് കൊണ്ടുവരണം, അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെയും കൂടെ കൊണ്ടുവിട്ടാൽ ഓക്കെ ആവും ഗൈസ്. അത് കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് ചുമ്മാ ഒന്ന് കറങ്ങിയേക്കാം. നോക്കാം ഗൈസ് ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു. ഗൈസ് ഇവിടെ എവിടെയെങ്കിലും ഓക്കെ ഇവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഓക്കെ ഗൈസ് നമ്മളോട് എന്തോ സംഭവമൊക്കെ പറയുന്നുണ്ട് പുള്ളി ഇംഗ്ലീഷിൽ ഗൈസ് ഇങ്ങനെ പറയുന്നുണ്ട്. നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് മലയാളം ഒന്നും അറിഞ്ഞുകൂടാ. എന്തായാലും കുഴപ്പമില്ല ഗൈസ്. നമുക്ക് ഇനിയും ജസ്റ്റ് ഒന്ന് കറങ്ങണോ അതോ ഗൈസ് നമുക്ക് ഇവിടെ നിർത്തണോ? ഓ ഗൈസ് എന്തായാലും നമുക്ക് ആരെങ്കിലും സഹായിക്കാനുണ്ടോ നോക്കാം ഗൈസ്. ഇനി നമുക്ക് ആരെങ്കിലും സഹായിക്കാനൊക്കെ പോവാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെല്ലാം അടിച്ചു കൊല്ലാനോ വണ്ടി ഇടിച്ചു കൊല്ലാനോ ആരെങ്കിലും വണ്ടി എടുത്തോണ്ട് പോയാലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗൈസ് നമുക്കതിപ്പോൾ തന്നെ ക്ലീൻ ചെയ്തേക്കാം ഗൈസ്. നമ്മുടെ മിഷൻ പാസ്സായി ഗൈസ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചീറ്റ് കോഡ് റോക്കറ്റിൽ നിന്ന് അടിച്ച ഈ ഒരു വണ്ടി കിട്ടും ഗൈസ്. പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല ഗൈസ് ഈ ഒരു വണ്ടി. ഇത് നല്ല നല്ല കാടൊക്കെ ആണെങ്കിൽ ഒരു മലയുടെ ഏരിയ ഒക്കെ ആണെങ്കിൽ ഗൈസ് സാൻചീസാണ് ഏറ്റവും ബെറ്റർ. അത് ഓഫ് റോഡ് നടിച്ചു കഴിഞ്ഞാൽ സാൻചീസും കിട്ടും ഗൈസ്. നമ്മൾ പോലീസുകാരുണ്ടായിട്ട് തന്നെ നമ്മളിത് ആ ഒരു നിർത്തിയതുണ്ട് ഗൈസ്. ഇതെന്ത് പോലീസുകാരെന്ത് കാണിക്കുന്നത് ഗൈസ്? പോലീസുകാരോ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഗൈസ് നമ്മളോടായിരിക്കും, പക്ഷെ നമ്മളോടല്ല ഗൈസ്. ഞാൻ വിചാരിച്ചു എൻ്റെ ബാക്ക് പൊക്കിയപ്പോഴേ അതുകൊണ്ട് സീനായതാണെന്ന് വിചാരിച്ചു ഗൈസ്. പക്ഷെ നമ്മളെ അല്ല, എനിക്ക് തോന്നുന്നുണ്ട് ഈ ട്രക്കുകാരനാണ് തോന്നുന്നു. നമുക്ക് എന്തായാലും അവനെ ഒന്ന് പൂട്ടാം ഗൈസ്. നമുക്ക് നേരെ അവനെ ഇവൻ തന്നെയാണെന്ന് തോന്നുന്നു ഗൈസ്. അവൻ തന്നെ ഗൈസ്. നമുക്ക് എന്തായാലും ഇവനെ ഗൈസായിട്ടൊന്ന് സ്ലോ ചെയ്ത് വെക്കാം. കാരണം ഇനിയിങ്ങനെ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ടൊന്നും പോകത്തില്ല ഗൈസ്. ഓക്കെ നമ്മളത് സ്ലോ ചെയ്ത് കൊടുത്താൽ അവൻ വണ്ടി ഇറങ്ങി ഓടി ഗൈസ്. അവനെ വണ്ടി ഇടിച്ച് കൊന്നു കേട്ടോ. പക്ഷേ വണ്ടി ഇടിച്ചല്ല ഗൈസ്, അവൻ വെടി വെച്ചാണ് വന്നത് ഗൈസ്. നമ്മുടെ വണ്ടിയുടെ സൈഡിൽ ചോര ഇരിപ്പുണ്ട്. ഇപ്പോൾ സൈഡിലില്ല, ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ. വണ്ടിയുടെ സൈഡിൽ ചോരയായിട്ടിരിക്കുന്നു വെടി വെച്ചപ്പോൾ ഗൈസ്. എനിക്കൊന്ന് നമ്മൾ വെടി വെച്ചപ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വെടി വെച്ചപ്പോഴോ അല്ലെങ്കിൽ ഇവന്മാർ വെടി വെച്ചപ്പോഴോ കൊണ്ടാണ് ഗൈസ്. എന്തായാലും കൊള്ളാം കേട്ടോ. വണ്ടി ഇങ്ങനെ കയറ്റി വെക്കാനൊക്കെ കൊള്ളാം. ചോര എറിക്കത്തില്ലല്ലേ ഗൈസ്? ചോര എറിക്കില്ല, ചോരയും കൂടെ തെറിച്ചാൽ കൊള്ളായിരുന്നു. ഓക്കെ ഗൈസ്. ഈ ഒരു ഇതിൽ ഓഫ് റോഡ് കൊള്ളാമല്ലോ ഗൈസ്. നമ്മളിനി അടുത്ത ഒരു GTA 5 വീഡിയോ ആയിട്ട് വരും ഗൈസ്. എന്തായാലും കൊള്ളാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഏതെങ്കിലും ഗെയിംസൊക്കെ വേണമെങ്കിൽ പറയാം, നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും. സപ്പോർട്ടിങ് ഗെയിംസൊക്കെ ആണെങ്കിലും നമ്മൾ മാക്സിമം നോക്കുന്നതായിരിക്കും ഗൈസ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നമ്മൾ ഫോർസ ഹൊറൈസൺ കൊണ്ട് വീണ്ടും വരുന്നതായിരിക്കും 4 കൊണ്ടൊക്കെ ഗൈസ്. അത് നമ്മുടെ ഒരു ഗെയിം തന്നെയാണ്. നമ്മൾ GTA 5 നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും ഗൈസ്. മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ GTA 5 നമ്മളിങ്ങനെ മിഷൻസ് കുറച്ച് ടാസ്ക് ഉള്ളൊരു ഇത് തന്നെയാണ് ഗൈസ്. എടുത്തും പോകുന്നു വണ്ടി എടുത്തുകൊണ്ട് ഗൈസ്. എന്തോ പ്രശ്നമുണ്ട് ഗൈസ്. എന്തോ പ്രശ്നമുണ്ട്. അവിടെ കരച്ചിലും നിലവിളിയൊക്കെ കേൾക്കുന്നുണ്ട്. ഇതെന്തോ തോന്നിയ എനിക്ക് ഇവൻ ആ ചെറുക്കൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോയാന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് ഇവനെയും കൂടെ വക വരുത്താം അല്ലേ ഗൈസ്? ഇവനെയും കൂടെ വക വരുത്താം. എന്നിട്ട് നമുക്ക് ആ വണ്ടി ഇങ്ങ് എടുത്തേക്കാം. എന്നിട്ട് അവനെ തിരിച്ചു കൊണ്ട് കൊടുത്ത് അവൻ്റെ പാട്ടിന് പോട്ടാം ഗൈസ്. നമുക്ക് എന്തായാലും ഇവനെയും കൂടെ വക വരുത്താം ഗൈസ്. വണ്ടി നിർത്തുന്നില്ലല്ലോ ഗൈസ്, ഓക്കെ ഗൈസ്. പക്ഷെ വണ്ടി ഇതിനൊന്നും നിർത്താത്തേ ഗൈസ്. വണ്ടി അവിടെ നിർത്തുന്നില്ല. ഇവൻ മര്യാദക്കൊക്കെയാണ് നമ്മളവിടെ നിൽക്കുന്നത്. പക്ഷെ ഗൈസ് നമ്മൾ വണ്ടി അവിടെ നിർത്തുന്നില്ല ഗൈസ്. നമ്മളെന്താ വണ്ടി നിർത്താത്തേ? ഓ ഗൈസ് അവൻ പാമ്പ് പോലെ അങ്ങ് പോവാണ് ഗൈസ്. അതാണ് ഈ മെയിൻ പ്രശ്നം. ഗൈസ് അവൻ ഇപ്പുറത്തൂടെ പോയിട്ട് ഇവൻ എങ്ങോട്ടാണ് ഗൈസ് ഈ പോകുന്നത്? ഒരു പിടിയില്ലല്ലോ ഗൈസ്.
നിങ്ങൾ നോക്കാം, അവൻ എങ്ങോട്ടോ പോവാണ്, എവിടോ പോകാൻ നോക്കുകയാണ് അവൻ. ഇതേ ഇതുകൊണ്ട് പോകുന്നു ഗൈസ്. നമുക്ക് നമ്മുടെ വേറെ സാധനമുണ്ട്, അങ്ങോട്ട് സ്കോപ്പ് ചെയ്യുക. ഓക്കെ ഇതുകൊണ്ട് ഗൈസ്, അതുകൊണ്ട് വേറെ ഒരുത്ത ജീവനും കൊണ്ട് കാറും കൊണ്ട് പോകും ഗൈസ്. എല്ലാവരും ഓടിയിട്ടുണ്ട്, എല്ലാവരുടെയും വേഗതകൾ കൂടി ഗൈസ്. ഇതേ നമുക്ക് നമ്മുടെ വണ്ടി കിട്ടി, പെട്രോൾ ടാങ്ക് ഫുള്ള് ചോരയാണ് ഗൈസ്. നമുക്ക് നേരെ അങ്ങോട്ട് പോയി വണ്ടികളെ കൊടുത്ത ഗൈസ്. എന്തായാലും നമ്മുടെ ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക ഗൈസ്. ഏതെങ്കിലും വണ്ടി വേണമല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടിയല്ല ഗൈസ്, ഏതെങ്കിലും ഗെയിംസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. നമ്മൾ പുതുസാവസോണും കൊണ്ട് വരും, ആ സമയത്ത് ഏതെങ്കിലും വണ്ടി ആണല്ലോ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് വെക്കുക ഗൈസ്. ഇത് ഇവിടെയാണ് അവൻ്റെ വീട്, എന്തായാലും ഈ വണ്ടി ഇവിടെ കൊടുത്തേക്കാം ഗൈസ്. ഇവനാണെന്ന് തോന്നുന്നില്ല അവൻ ഗൈസ്, ഇവനാണ് എന്തായാലും. ഓക്കെ ബൈ ഗൈസ്. ഇതുപോലൊരു ചെറ്റ, അവനൊരു നല്ലൊരു നന്ദി പോലും പറഞ്ഞില്ലല്ലോ ഗൈസ്, ഞാനൊന്ന് എടുത്തങ്ങ് പോയി. എന്തായാലും ഗൈസ് ഓക്കെ ബൈ.